ദൈവത്തിന്റെ പവർ മുഴുവൻ കിട്ടിയ ഇവൻ അവിടെ ഉണ്ടായിരുന്ന മേഘങ്ങളെ മുഴുവനും തുടച്ചു മാറ്റുകയാണ്. എന്നിട്ട് ചന്ദ്രനെ അവന്റെ അടുത്തേക്ക് ഇങ്ങനെ വലിച്ചടുപ്പിക്കുകയാണ്. ഈ ഒരു പവർ വെച്ചിട്ട് പുതിയ കുറച്ച് സ്റ്റാറുകളെ കൂട്ടിയിട്ട് അവന്റെ വിരലുകൊണ്ട് അവിടെ വരച്ച് ചേർക്കുകയാണ്. ഇപ്പോ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവന്റെ ഗേൾ ഫ്രണ്ടിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിന്റെ പവർ കിട്ടിയത് കൊണ്ട് തന്നെ ആളുകളുടെ പ്രാർത്ഥനകൾ കൂടി അവന് കേൾക്കണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനായിട്ട് അവൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥനകൾ കൊണ്ട് അവന്റെ ആ ഒരു റൂം നിറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രാർത്ഥനകൾ കേൾക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം ഇപ്പൊ സ്റ്റിക്കി നോട്ടാക്കി മാറ്റിയേക്കാണ്. പക്ഷെ ആ റൂം മുഴുവനും ഇപ്പൊ സ്റ്റിക്കി നോട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് നടപടിയാവുന്ന കേസല്ലാന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എല്ലാം കൂടിയിട്ട് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാണ്. ഈ ഒരു പ്രാർത്ഥനകൾ എണ്ണിത്തീരാൻ തന്നെ ഒരു ദിവസം എടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ പ്രാർത്ഥനകൾ മാത്രം 15 ലക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കിളി പോയിട്ട് നമ്മുടെ ചെക്കൻ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് എല്ലാ പ്രാർത്ഥനകൾക്കും തന്നെ അവനിപ്പോ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷെ അത് തീർന്ന ഉടനെ തന്നെ അടുത്ത ലോഡ് പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് ഒരു 30 ലക്ഷം പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ഇവനിതൊന്നും വായിച്ചു നോക്കാതെ തന്നെ എല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് എസ് കൊടുക്കുകയാണ്. പക്ഷെ അവനിങ്ങനെ എസ് കൊടുത്തുകൊണ്ട് തന്നെ ലോകത്ത് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.